ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സുപ്രീം കോടതി വിമർശിച്ചതിനു ശേഷം രാജ്യത്തിന്റെ അതിർത്തി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോർവിളികൾ ശക്തമാവുകയാണ്. എന്നാൽ ഈ വിവാദങ്ങൾക്ക് പിന്നിൽ നാം അറിയേണ്ട ചില നിർണായക ചോദ്യങ്ങളുണ്ട്. സത്യം ആരുടെ പക്ഷത്താണ്? ആരാണ് രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ചോദ്യങ്ങളെ കുറിച്ചാണ്. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉന്നയിച്ച ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. ഈ ചോദ്യങ്ങൾ ഓരോ ഇന്ത്യക്കാരനും മോദി സർക്കാരിനോട് ചോദിക്കേണ്ടതുണ്ട്. ചൈനീസ് സൈന്യം 2000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം കൈവശപ്പെടുത്തിയെന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിലാണ് സുപ്രീം കോടതി അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തരുത് എന്നും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്നും കോടതി ചോദിച്ചു. പക്ഷേ ഈ ചോദ്യം കേൾക്കുമ്പോൾ ഒരു സാധാരണ ഇന്ത്യക്കാരന്റെ മനസ്സിൽ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉയരാം. രാഹുൽ ഗാന്ധിയോട് മാത്രം ചോദിച്ചാൽ മതിയോ ഈ ചോദ്യങ്ങൾ? എന്തുകൊണ്ടാണ് ഇതേ ചോദ്യം കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ചോദിക്കാത്തത്? ഗാൽവാൻ സംഭവത്തിന് ശേഷം, അതായത് 2020 ജൂൺ 19 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നമ്മുടെ അതിർത്തിയിലേക്ക് ആരും കടന്നു വന്നിട്ടില്ല, നമ്മുടെ അതിർത്തിക്കുള്ളിൽ ആരുമില്ല എന്നാണ്. രാഹുൽ ഗാന്ധിയോട് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച സുപ്രീം കോടതി ഇതേ ചോദ്യം എന്തുകൊണ്ട് പ്രധാനമന്ത്രിയോട് ചോദിച്ചില്ല? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തുന്ന പ്രസ്താവനയ്ക്ക് വിശ്വാസ്യത വേണ്ടേ? ചൈനീസ് കടന്നുകയറ്റം നടന്നിട്ടില്ലെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയില്ലേ? ഇത് നുണയാണെന്ന് പിന്നീട് പല റിപ്പോർട്ടുകളും തെളിയിച്ചിട്ടുണ്ട്. ജയറാം രമേശ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം മോദി സർക്കാർ അതിർത്തി വിഷയത്തിൽ DDLJ നയം എന്നൊരു നയമാണ് പിന്തുടരുന്നത് എന്നാണ്. അതായത് ധ്വനി നിഷേധിക്കുക, ഡിസ്ട്രാക്ട് ശ്രദ്ധ തിരിക്കുക, ലൈ നുണ പറയുക, ജസ്റ്റിഫൈ ന്യായീകരിക്കുക. ഇത് വെറും രാഷ്ട്രീയ ആരോപണമാണെന്ന് കരുതി തള്ളിക്കളയാൻ നമുക്ക് സാധിക്കുകയുമില്ല. കാരണം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം പല ഔദ്യോഗിക റിപ്പോർട്ടുകളും ചൈനീസ് കടന്നുകയറ്റം സ്ഥിരീകരിച്ചതാണ്. 2020 തന്നെ ലേ SP സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൽ കിഴക്കൻ ലഡാക്കിലെ 65 പെട്രോളിംഗ് പോയിന്റുകളിൽ 26 എണ്ണത്തിലേക്കും ഇന്ത്യക്ക് പ്രവേശനം നഷ്ടപ്പെട്ടതായി പറയുന്നുണ്ട്. ഇതെല്ലാം മറച്ചുവെച്ച് ആരെയാണ് സംരക്ഷിക്കുന്നത്? ഇവിടെയാണ് ജയറാം രമേശിന്റെ ചോദ്യങ്ങൾക്ക് പ്രസക്തി വരുന്നത്. ഗാൽവാൻ സംഭവത്തിന് 4 ദിവസത്തിന് ശേഷം പ്രധാനമന്ത്രി ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് എന്തിനു വേണ്ടിയാണ്? 2020 ഡെസ്പാങ്ങിലെ 900 ചതുരശ്ര കിലോമീറ്റർ ഉൾപ്പെടെ കിഴക്കൻ ലഡാക്കിലെ 1000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈനീസ് നിയന്ത്രണത്തിലായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ലേ? പിന്നെയുള്ളത് കിഴക്കൻ ലഡാക്കിലെ പെട്രോളിംഗ് പോയിന്റുകളിലേക്കുള്ള പ്രവേശനം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് സത്യമല്ലേ? ചൈനീസ് കടന്നുകയറ്റം തടയാൻ രൂപീകരിച്ച ബഫർ സോണുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭൂമിയിലല്ലേ? ഇത് നമ്മുടെ അതിർത്തിയിലേക്ക് കൂടുതൽ കയർന്നു കയറാൻ ചൈനയ്ക്ക് സഹായകരമാകില്ലേ? 1962 യുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് മോദി സർക്കാരിന്റെ ഈ നയമെന്ന് ജയറാം രമേശ് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാനായി സാധിക്കുക? പ്രതിരോധ മേഖലയിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. അതായത് പ്രതിരോധ വിഷയങ്ങൾ അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. ഇവിടെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ അപ്പുറം ചില വസ്തുതകളുണ്ട്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ മുമ്പ് ഇന്ത്യയുടെ സൈന്യത്തിന് സ്വതന്ത്രമായി പെട്രോളിംഗ് നടത്താൻ കഴിഞ്ഞിരുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചൈനയുടെ അനുവാദം വേണമെന്ന അവസ്ഥയാണുള്ളത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയല്ലേ? ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി എന്ന് പറയുന്നത് ഭീമമായ തോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ചെറുകിട വ്യവസായങ്ങളെയൊക്കെ തകർത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു വിപണി തുറന്നു കൊടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാനായി സാധിക്കുക? ചൈനീസ് കടന്നുകയറ്റത്തെ കുറിച്ചുള്ള സത്യം മറച്ചുവെച്ച് അതിർത്തി വിഷയത്തിൽ അവ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ച് രാഷ്ട്രീയ ലാഭങ്ങൾക്കായി നുണകൾ പറയുന്ന ഒരു സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യുന്നതിനെ എങ്ങനെയാണ് ദേശവിരുദ്ധമായി കാണാൻ സാധിക്കുക? സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് മാത്രമായി ഒതുങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മൗനം കൂടുതൽ സംശയങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ മണ്ണ് ആരും കൈവശപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിർത്തിയിൽ സൈനികരുടെ പിൻവാങ്ങൽ കരാറുകളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ബഫർ സോണുകൾ രൂപീകരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. കാരണം ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ ഓരോ ഇന്ത്യക്കാരനും അവകാശമുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.